നമുക്കൊന്ന് കൊൽക്കത്ത വരെ പോയാലോ? ഞാൻ കൊൽക്കത്തയിലൊന്നുമല്ല. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഡൽഹിയിലെ CR പാർക്കിലാണ്. CR പാർക്കിലെ ദുർഗാപൂജയ്ക്ക് ഏകദേശം ഒരു 50 വർഷങ്ങളുടെ പഴക്കമുണ്ട്. വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത അത്ര മനോഹരമാണ് ദുർഗാദേവിയുടെ പ്രതിമ. പട്ടുസാരിയും ആഭരണങ്ങളും അണിഞ്ഞ് സിംഹപ്പുറത്തിരിക്കുന്ന ദേവിയുടെ രൂപം ശരിക്കും പറഞ്ഞൊരു ഭക്തിസാന്ദ്രമായ അനുഭൂതിയാണ് നൽകുന്നത്. കൂടാതെ ദേവിയുടെ മുഖത്തെ പുഞ്ചിരിയും തേജസ്സും കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. സാധാരണയായി ദുർഗാപൂജയുടെ 9th ഡേ ആണ് ധുനുച്ചി നൃത്തം നടത്താറുള്ളത്. ഈ നൃത്തത്തിൽ ആൾക്കാർ ധുനുച്ചി എന്നറിയപ്പെടുന്ന ഒരു മൺപാത്രത്തിൽ ചിരട്ടയും കത്തുന്ന കരിയും ഇട്ട് ഡാൻസ് ചെയ്യും. ഈ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലാരൂപം വഴിയാണ് അവർ ദുർഗാദേവിയോടുള്ള അവരുടെ ഭക്തി ഷോക്കേസ് ചെയ്യുന്നത്. ഈ വിഷ്വൽസൊക്കെ അടുത്തുനിന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ അടുത്ത് നമുക്ക് അടുക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് തിരക്കാണ് ഈ സ്ഥലത്ത്. മൊത്തം 13 പണ്ടാലുകൾ എന്ന് വെച്ചാൽ പന്തലുകളുണ്ട് ഇവിടെ. ചില സ്ഥലങ്ങളിൽ ലൈൻ വരെ നിന്ന് നമുക്ക് അകത്ത് കയറേണ്ടി വരും. വേറൊരു സംഭവം ഞാനിവിടെ കണ്ടെന്ന് വെച്ചാൽ, നവരാത്രിയിൽ പൊതുവേ ആൾക്കാർ നോൺ വെജ് കഴിക്കാറില്ല, പക്ഷേ ബംഗാളീസ് കഴിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ദുർഗാദേവിനെ സ്വന്തം മകളായിട്ടും കൂടിയാണ് കാണുന്നത്. വർഷത്തിൽ ഒരിക്കൽ തിരികെ വരുന്ന അവരുടെ മകളെ സ്വീകരിക്കുന്നതാണ് അവരിങ്ങനെ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എങ്ങനെ ഉണ്ടാക്കി തരുന്നോ അങ്ങനെ തന്നെ, ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ. ഈ ഒരു ബ്യൂട്ടിഫുൾ കൾച്ചറിനെ പറ്റി അറിയാനും ഒത്തൻറ്റിക് ബംഗാളി ഫുഡൊക്കെ കഴിക്കാനും പറ്റിയ സ്ഥലമാണിത്.